വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാണ്. അനുഗ്രഹീതമായ ഗ്രൂപ്പ് കടന്നു വന്ന യുവക്കൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ചുരുക്കമായി വാക്കുകളിൽ ഞാൻ വചനത്തിലേക്ക് കടന്നു ഞാൻ ആഗ്രഹിക്കുന്നു. 115-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് സംസാരിച്ച് നിങ്ങളുടെ നടുവിൽ ദൈവത്തെ ഉയർത്തുവാൻ തൽക്കാലം ആഗ്രഹിക്കുന്നു. 115-ാമത്തെ സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമി അവൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു. ഒന്നുകൂടെ പഠിച്ചാൽ, സ്വർഗം അവന്റെ സിംഹാസനമാണ്, ഭൂമി അവന്റെ പാദപീഠമാണ്. ഇത് പിശാചിന്റെ ആധിപത്യത്തിന് കീഴിലല്ല നിൽക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറഞ്ഞ ദൈവത്തിൽ എത്ര പേർ എന്റെ കൂടെ ചേർന്ന് സ്തോത്രം പറയും? ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കാല് ഉറച്ചു നിൽപ്പുണ്ട്. ഭൂമി കുലുങ്ങാതെ ഉറച്ചു നിൽക്കാൻ കാരണം ഞാൻ ഇങ്ങനെ പറയാം, മറ്റരെ പോലെ ചാഞ്ചാടാതിരിക്കാൻ കാരണം ഇവിടെ നിൽക്കുന്ന പുണ്യവാന്മാരുടെ മിടുക്കല്ല, ദൈവത്തിന്റെ പാദസ്പർശനം ഇതിനകത്ത് യേശിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷത്തോടെ ആത്മാവിൽ സ്തോത്രം പറയും. സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന്, അവകാശിയായിരിക്കേണ്ടതിന്, സകലത്തിന്റെ മേലും വാഴുവാൻ അവനെ ആക്കി വെച്ചപ്പോൾ ദൈവത്തിന്റെ നോട്ടത്തിലും വിചാരത്തിലും ചിന്തയിലും അവൻ ഏറ്റവും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ന്നു നിൽക്കണം, അവൻ ഏറ്റവും മാന്യനായിരിക്കണം, അവന് മരണം സംഭവിക്കരുത് എന്നൊക്കെ അകത്ത് ആശയമുള്ള ദൈവം ഇങ്ങനെ പറഞ്ഞു. ഇതാ ഞാനിവിടെ നന്മതിനെ തിരിച്ചറിയുന്ന ഒരു പുരുഷഫലം മറ്റുണ്ടാക്കുകയില്ല. ഈ തിന്നുന്ന നാളിൽ നിങ്ങൾ മരണത്തിലേക്ക് മാറ്റപ്പെടും. വിശ്വാസിക്ക് അവിശ്വാസിക്ക് ഒരുപോലെ മരണമുണ്ട്. ശലോമോൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെ, സ്തോത്രം, മൃഗങ്ങളും നമ്മൾ ഒരുപോലെ മരിക്കും. 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു വാക്കുണ്ട്, എല്ലാം മരിക്കും, എല്ലാത്തിന്റെ കാര്യം ഒന്ന് തന്നെ. മൃഗങ്ങളുടെ ആത്മാവ് താഴെ പാതാളത്തിലേക്ക് പോകുന്നു, മനുഷ്യന്റെ ആത്മാവ് മേലെ സ്വർഗത്തിലേക്ക് പോകുന്നു. എന്നിട്ട് അടുത്തൊരു വാക്യം പറഞ്ഞു, ആർക്കറിയാം? ഉറപ്പില്ല. ഈ ഉറപ്പില്ലാത്തൊരു സ്വത്രം പറഞ്ഞു, ഉറപ്പുള്ള ഒരു സ്വത്രം പറഞ്ഞു. എന്തോ ഉറപ്പാ? മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിൽ, മൃഗങ്ങളുടെ ആത്മാവ് താഴെ പാതാളത്തിൽ. മനുഷ്യന് നന്മയെ തിരിച്ചറിയാവുന്ന പക്വതയുണ്ട്. മൃഗങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മൾ പറയുന്നു ഇണങ്ങും, അനുസരിക്കും. യശപ്രവാചകൻ പറഞ്ഞു, കാളവന്റെ ഉടയവന്റെ കഴിവന്റെ യജമാനന്റെ പുൽപ്പത്തി അറിയുന്നു, എന്നാൽ എന്റെ ജനം അറിയുന്നില്ല. ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നത് ഇത് തിരിച്ചറിയും യജമാനൻ. ആത്മാവിനെ വിവേചിക്കുന്ന ദൈവാത്മാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ ദൈവത്തെ പോലെ ഉള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ ദൈവം എത്തിച്ചാക്കുവാൻ പരിശുദ്ധം ആഗ്രഹിക്കുന്ന ദൈവം പറയുക, നീ തിന്മയുടെ ഭാഗത്തേക്ക് തിരിയാതെ നന്മയുടെ ഭാഗത്ത് നിന്നാൽ ഇന്ന് പകൽ നിനക്ക് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വന്നു ചേരുവാൻ കഴിയും. കുറിവാക്യത്തിൽ മറന്നു വരട്ടെ, സ്വർഗം യഹോവയുടെ സ്വർഗം, ഭൂമി അവന് കൊടുത്തിരിക്കുന്നു, മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. എത്ര പേർ പറയും ഭൂമി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക? സന്തോഷമില്ല. ഭൂമി എന്റെ കയ്യിലായിരിക്കില്ലേ? പറ, ദൈവത്തിന് പറ, മനുഷ്യന്റെ കയ്യിലായിരിക്കില്ലേ? ദൈവം അതിന്റെ ചാർജ് ആർക്ക് തന്നേക്കുക? ഹലോ, പണിയുമറ്റ് ദൈവത്തിന് പറഞ്ഞു, പണിയുമ ഭക്തനായിരിക്കുന്ന കാലേബ്, മോശ എന്നീ ഭക്തന്മാരോട് അബ്രഹാം മുതലുള്ള കാലങ്ങളിൽ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളങ്കാലിൽ ചവിട്ടുന്നതോ, നിങ്ങളുടെ നെടുകെ കുറുകെ നടക്കുന്നതോ, നിങ്ങളുടെ കണ്ണിന്റെ ദൂരത്തോളം ഞാൻ ഈ അവകാശങ്ങൾ നിന്റെ പേർക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് തീരാധാരമായി എഴുതിത്തരാം, തീരാധാരമായി എഴുതിത്തരാം. നെടുകെ കുറുകെ നടക്കുക, നീ നോക്ക്, ഇതും നിനക്കുള്ളതാ, നിന്റെ തലമുറയ്ക്കുള്ളതാ. ആരോട് പറഞ്ഞു? ദൈവം മനുഷ്യനോട് പറഞ്ഞു. ഏത് മനുഷ്യനോട്? പാരമ്പര്യം വിട്ടോ, ഭവനം വിട്ടോ, ചർച്ചക്കാരെ വിട്ടോ, ഇന്ന്
അനുഗ്രഹിക്കുന്ന വാക്കുകൾ ഞാൻ പറയുമ്പോൾ മെറ്റീരിയൽ ബ്ലെസ്സിങ് എങ്ങനെ ഇപ്പൊ പറയും? സ്തോത്രം. എറ്റേണൽ ബ്ലെസ്സിങ്ങിലേക്ക് വരും. ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെ കാണത്തില്ല. സോ നമുക്ക് മെറ്റീരിയൽ ബ്ലെസ്സിങ് വേണം. ഏറ്റവും നല്ലത് വേണം, മോശമായത് വേണം. ഞാനൊരിക്കലും കല്യാണം ചെന്നാൽ സ്തോത്രം അവിടെ പ്രൈസലോ സിൽക്ക് ഹൗസിലോ ജോലി ചെയ്താൽ ഏറ്റവും മോശമായത് തരാൻ പറയത്തില്ല. ഏറ്റവും നല്ലത്, ഏറ്റവും പുതിയത്, ഇന്നത്തെ ഫാഷൻ അനുസരിച്ചുള്ളത്, ഇന്നത്തെ ബ്രാൻഡ് അനുസരിച്ചുള്ളത്, ഏറ്റവും നല്ലത് എടുത്തിടാൻ പറയും. എന്താ അതിന്റെ കാരണം അറിയാമോ? ഏറ്റവും നല്ലത് നാം ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗം പറയുന്നു, നീ എന്നോട് ഏറ്റവും നല്ലത് ചോദിക്കുക, ഞാൻ അതുപോലെ തരുവാൻ ബാധ്യസ്ഥനായ ദൈവമാണ്. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? കർത്താവിന് വേണ്ടി കൊടുക്കണം ഞാൻ പറഞ്ഞില്ല. കൊടുക്കും തോറും അനുഗ്രഹിക്കും. ഞാൻ സ്തോത്ര കാഴ്ച എടുത്തവെങ്കിലും പറഞ്ഞു, നിങ്ങളുടെ ഞെരുക്കമാണെങ്കിലും ബാബു ഉച്ചാൻ ബാബു പാസ്റ്റർ പറഞ്ഞൊരു വാക്കെടുത്ത് പറഞ്ഞു, എഴുതിയിട്ടോ അടുത്ത ആഴ്ച കൊടുക്കും. വിശ്വാസത്താൽ എഴുതിയിട്ടോ കൊടുക്കും. ദശാംശം കൃത്യമായി വേർതിരിക്കുന്നവർ സ്തോത്രം. കൃത്യമായി കൊടുക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനം ഞാൻ കൃത്യമായി കൊടുക്കും. ദൈവത്തോട് പറയാം, അബ്രഹാം ഒരു സ്തോത്രം, ഏലിയ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിന്റെ സ്ഥിതി ശൂന്യമാണ്. ഒറ്റപ്പിടി മാവേ ഉള്ളൂ, അല്പം എണ്ണേ ഉള്ളൂ. തന്റെ അടുത്ത് നീ എനിക്ക് വേർതിരിക്കുക, നീ എനിക്ക് വേർതിരിക്കുക. വേർതിരിച്ചവരുടെ വീട്ടിൽ അന്നത്തെ രാത്രിയിലത്തേക്കേ ഉള്ളൂ. അന്നത്തെ രാത്രി കൊണ്ട് അവൾ അസ്തമിക്കാൻ പോവാ. നാളെ ഒരു പകൽ അവളുടെ ജീവിതത്തിൽ അപ്പമില്ല, എണ്ണയില്ല. എണ്ണ വേർതിരിക്കാൻ പറഞ്ഞത് അവൾ അതുവഴി അനുസരിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു, അവിടെ കാലത്തിലെ മാവ്, അവിടെ എണ്ണ 3.5 വർഷം ഓടി. എത്ര ഭാഷ മനസ്സിലാകുന്നുണ്ട്? നീ കൊടുക്കാൻ തയ്യാറായ, വേർതിരിക്കാൻ തയ്യാറായ, മുട്ടിപ്പില്ലാത്ത ദൈവം, മുട്ടിച്ച് കളയാത്ത ദൈവം, വഴി അടയ്ക്കാത്ത ദൈവം, വഴി തുറക്കുന്ന ദൈവം ശക്തിയാൽ ഭൂമിയിൽ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം നടക്കുന്ന സ്വർഗത്തിലല്ല, താഴെ ഭൂമിയിലാണ് നടക്കുന്നത്. ഭൂമിയിലെ അനുഗ്രഹം നിങ്ങൾക്ക് വേണോ? സ്വർഗത്തിൽ പറഞ്ഞ ഭൂമിയിൽ നിന്നെ അനുഗ്രഹിക്കുമ്പോ ഒരിക്കലും നീ നിഗളിച്ചു പോകരുത്. ഭൂമിയിൽ അനുഗ്രഹം വരുമ്പോ ഓടിച്ചു പറഞ്ഞോട്ടെ, ഭൂമിയിൽ അനുഗ്രഹം പിടിച്ചിട്ട് ആവർത്തന പുസ്തകം വായിക്കണം. സ്തോത്രം. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ നല്ല വീട് പണിയും, മൃഗസമ്പത്തുണ്ടാകും, കന്നുകാലികൾ ഉണ്ടാകും, പൊന്ന വെള്ളിയൊക്കെ വർദ്ധിച്ചു വരും. ഇതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നിന്റെ ഹൃദയം നിഗളിച്ചു പോകരുത്. നിഗളിക്കുമ്പോൾ ഒരു കാര്യമുണ്ടാകും. ഞാൻ പറഞ്ഞ ചട്ടങ്ങളിൽ നിന്ന്, ഞാൻ പറഞ്ഞ കൽപ്പനയിൽ നിന്ന്, ഞാൻ പറഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് നീ അകന്നു പോയാൽ സ്വർഗം നിന്നെ കൈവിടും. എന്ന വർദ്ധിക്കും തോറും, ഉയർത്ത തരുമ്പോഴും, പുരോഗതി തരുമ്പോഴും, അഭിവൃദ്ധി തരുമ്പോഴും, നേട്ടങ്ങൾ തരുമ്പോഴും, കഴിവ് തരുമ്പോഴും, വിദ്യാഭ്യാസത്തിൽ ജയം തരുമ്പോഴും ഇതൊക്കെ അവന്റെ കൃപയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ദൈവം നമ്മളെ ഓടിച്ചിട്ട് പറ അനുഗ്രഹിക്കും. ഇതിലെ ദൈവം നമ്മളെ അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവം പറയില്ല, ഈ അനുഗ്രഹം നിനക്കുള്ളതാ, ഇത് നിന്റെ പ്രവർത്തി വെച്ചിരിക്കുന്നതാ. വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാക്ക് കേൾക്കത്തില്ല. നീ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ദൈവം കേൾക്കുമോ? തെളിവ് അബ്രഹാം സ്വന്തം ഇസ്മായിലിനെ കണ്ടപ്പോ മതി, അതുകൊണ്ട് തൃപ്തിപ്പായിരുന്നവരോട് പറഞ്ഞു, ഇല്ല, ഞാനാ നിന്നോട് പറഞ്ഞത് നീ ഇസ്ഹാക്കിനെ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. പറഞ്ഞവൻ ഞാന്, വാക്കുമാറ്റി പറയുന്നവരല്ല. നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നീ ഉപേക്ഷിച്ചാലും ഉപേക്ഷ വിചാരിക്കാത്ത ദൈവം ആ കാര്യത്തെ നന്നായി കൈകാര്യം ചെയ്യുന്ന ദൈവം വന്നിട്ടുണ്ട്. ഏറ്റവും ദൈവത്തിന് സ്വന്തം പറയും. അല്ല വേണം ഒന്നുകൂടെ ശരിയാവണമെന്ന് പറഞ്ഞു. അടുത്ത് ഒന്നുകൂടെ ശരിയാവണമെന്ന് പറഞ്ഞു. നമ്മൾ പറയും തോറും വേദം പറയുന്നു, വിശുദ്ധനെ തന്നെ വിശുദ്ധീകരിക്കണം. എന്നർത്ഥം എന്തുവാ? വിശുദ്ധീകരിച്ചോണ്ടേ ശരിയാകാനെന്ന് പറയുമ്പോൾ സ്വത്രം നമ്മുടെ അകത്തോട്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടോ? ഞാൻ ദൈവമക്കളുടെ മകനൊരു വാക്ക് പറയാം. സ്വർഗം അനുഗ്രഹിക്കാൻ അവിടെ വന്നിട്ടുണ്ട്. യേശു ചാഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. ദൈവം ഇറങ്ങി വന്നത് ഞാൻ പറയാം വചനത്തെ ഉറപ്പിക്കാനാണ്.
നീ ദൈവത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് പലരും നിന്നോട് ചോദിച്ച് നീ തലകുനിഞ്ഞ് നടക്കാതിരിക്കേണ്ടത് നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് വചനം സ്ഥിരപ്പെടേണ്ടതിന്, വചനത്തിന്റെ വ്യാപ്തി വെളിപ്പെടേണ്ടതിന്, വചനത്തിന്റെ യാതൊരു വിസ്താരമാകേണ്ടതിന് അവൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ ഇന്നും ചെയ്യും, നാളെ ചെയ്യും, എന്നുവരെ ചെയ്യും, അവന്റെ വരവോളം ചെയ്യും. ദൈവത്തെ വിളിക്കാൻ വന്നാൽ നിങ്ങൾക്ക് പട്ടിണി കിട്ടും, നിങ്ങളുടെ ഉള്ള വീട് ജപ്തിയാകും, എല്ലാം പ്രശ്നത്തിലാകും പറഞ്ഞ ആരും വരുമോ? അവര് പറയും ഇപ്പൊ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നമുണ്ട്. അപ്പൊ ഉള്ള പ്രശ്നത്തിൽ ഞങ്ങൾ എന്ത് വേണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഞങ്ങൾ വെച്ച് എന്തെങ്കിലും ഒരു ആശ്വാസം നിങ്ങളെ കിട്ടുമോ? നിങ്ങൾ പറഞ്ഞെന്തുവാ? നിങ്ങൾ പറഞ്ഞെന്തുവാ? ഉള്ളതുകൂടെ ഈ ഉള്ളത് പോകാതിരിക്കാനാണ് ഞാൻ വന്നത്. എത്ര പേർക്ക് എന്നെ പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് എന്നെ പിടികിട്ടുന്നുണ്ട്? ഞാൻ പറയാം, ആരംഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വിടുതൽ ദൈവം തരും, പിന്നീട് തരും. പക്ഷെ ഏടെ സമയത്ത് ദൈവം തെളിക്കിട്ടാൽ, ചിലത് നഷ്ടപ്പെട്ടാൽ, ആരംഭത്തിൽ തരുന്ന വിടുതൽ കൊണ്ട് ദൈവം നമ്മൾ ചെയ്യുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ വചനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും. കുറച്ചു നാൾ കഴിയുമ്പോ ഈ മെറ്റീരിയൽ ബ്ലെസ്സിംഗ് കണ്ടിറങ്ങിയ ഒരു ഭക്തൻ, മെറ്റീരിയൽ ബ്ലെസ്സിംഗ് അല്ല അവന്റെ മോട്ടം സർവശക്തനായ യേശുവിൽ മാത്രമായിരിക്കും. എത്ര പേരുടെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? ഇവിടെ വർഷപ്പഴക്കമുള്ള ചിലർ ചോദിച്ചാൽ പറയും, മെറ്റീരിയൽ ബ്ലെസ്സിംഗ്സിലല്ല ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങൾ കൃത്യനായ കർത്താവിലാണ്. നിത്യനായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യും. എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണിലെ ഓടിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മുടെ കണ്ണിലെ ഓടിച്ചാൽ, മോളെ പാട്ട് എഴുതല്ലേ, പഠിച്ചാൽ വാക്യം എഴുതി 3-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ വായിച്ചു. നമുക്കറിയാം 14-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം മുതൽ ശക്തമായ വാക്യമാണ്. എന്നാൽ 17-ാമത്തെ വാക്യം വായിക്കാൻ മനുഷ്യനോട് പറഞ്ഞതാണ് നമുക്ക് ആവശ്യം. മൃഗത്തോട് പറഞ്ഞതും പാമ്പിനോട് പറഞ്ഞതൊക്കെ വിടുവോ? മൃഗങ്ങളിലും ജന്തുക്കൾ വെച്ച് ശമിക്കപ്പെടുന്നതായിരിക്കും. ഹലോ, അതാ ചില ദൈവങ്ങളുടെ തലേ, ചില ദൈവങ്ങൾ അതിലാക്കി അടക്കുന്നത്. പറയുന്നു, നീ ഏറ്റവും ശാപത്തിലായിരിക്കും. നിനക്ക് തമ്മിലൊരു ശത്രുത്വം ഉണ്ടാക്കാൻ പോവാ. ആരുമായിട്ടാ ശത്രുത്വം? പാല് കൊണ്ട് കൊടുക്കല്ലേ, കൊടുക്കുന്ന കൈക്ക് കൊത്താനുള്ള കാര്യം വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. പാമ്പിനെ വെള്ളത്തിന് ആരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞ സ്തോത്ര, കുഞ്ഞെ കൊടുക്കല്ലേ, കൊടുക്കുന്ന കൈ കാത്തു. കാരണം ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരു പ്രമാണം അങ്ങനെ എഴുതിയിരിക്കും. പ്രമാണം എഴുതിയ ദൈവം പ്രമാണം തിരുത്തി എഴുതാനില്ല. നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. സ്ത്രീയുടെ മകൻ എന്നറിയാമോ? നിന്റെ തല നോക്കിയാ നടക്കുന്നത്. നിന്റെ തല നോക്കിയാ നടക്കുന്നത്. എന്തിനാണെന്നറിയാമോ? തലക്കടിക്കാൻ. മക്കള് പാമ്പിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. നടുവിലുള്ള ദൈവജനം പറഞ്ഞു, തലയ്ക്ക് നിങ്ങൾ അടിച്ചു വരുന്ന പാമ്പിന്റെ തല അടിച്ചിരിക്കണം. പൈസലോ പാമ്പിനോട് പറഞ്ഞു, നീ അവന്റെ കുത്തിക്കാലിലേക്കുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതി ശാസ്ത്രം അനുസരിച്ച്, പ്രകൃതി ചികിത്സ പറയുന്നത്, ഒരു മനുഷ്യൻ രാവിലെ ചെരുപ്പിടാതെ വെറും തറയിൽ, കല്ലുള്ള തറയിൽ അവന്റെ സ്വന്തം പാദം കൊണ്ട് നടന്നാൽ അവന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിലെല്ലാം കൂട്ടിക്കിട്ടിയിരിക്കുന്ന ഒരു ഭാഗം ഇടാം, വിടുമോ? ഉപ്പൂറ്റിലും. പാമ്പിനോട് നീ അവിടെ പ്രവർത്തിക്കണം, കുതികാലം തീർത്ത് കൊത്തിക്കും, പെട്ടെന്ന് മേലെ സർക്കുലേറ്റ് ചെയ്തു. ആ കറക്റ്റ് നരമ്പിലാണ്. നമുക്കറിയാമല്ലോ, വെയിലിൽ എന്തിനാ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അറിയാമോ? എന്തിനാ? സ്വന്തം പെട്ടെന്ന്
പെട്ടെന്ന് ഫലിക്കാൻ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ റിലീസാവും. പാമ്പ് സ്ഥാനം മാറി കൊത്താൻ കാരണം ദൈവത്തിന്റെ കരുണയാണ്. സ്ഥാനം കറക്റ്റ് കൊത്തിയാൽ 2 മിനിറ്റിനകം ഒരു പാട്ട് വേണ്ടി കേൾക്കാം. ആമേൻ. പാസ്റ്റർമാരെന്നൊരു വേദോത്സവത്തിന്റെ അകത്ത് മാത്രമല്ല പഠിപ്പിക്കുമ്പോഴോട് ചോദിച്ചു, ബൈബിൾ സ്റ്റുഡൻസിന് ചോദിച്ചാൽ മതി. ബൈബിൾ കോളേജിൽ പഠിത്തമുണ്ട്. എത്ര ഗതികെട്ട വീട്ടിൽ ചെന്നിട്ടും ഗതികെട്ട കാര്യം പറഞ്ഞാൽ നല്ല കാര്യം പറഞ്ഞിട്ട് വരാവുന്നതാണ്. അതുകൊണ്ടാണ് ചില പാസ്റ്റർമാർ അയലത്തുകാരനെ ചില പറഞ്ഞ് അയലത്തുകാരുടെ കാര്യം പറഞ്ഞു. കാരണം ഇവിടെ പറയുന്നു ഈ പകൽ ദൈവത്തിന്റെ ഭാഗത്തിലൂടെ 2 നമുക്കറിയാം. അവിടെ പറഞ്ഞ സ്ത്രീയെ നിന്നോടുള്ള വിഷയമാണ്. നീ ഈ കാര്യം ചെയ്തത് കൊണ്ട് നീ എന്ത് ചെയ്യും? വേദനയോടെ നിന്റെ ആഗ്രഹം മുഴുവനും ഭർത്താവിനോടായിരിക്കും. അവൻ നിന്റെ ആഗ്രഹം ഭർത്താവിനെ ഭരിക്കാൻ നിന്റെ ആഗ്രഹം ആരെ ഭരിക്കാൻ സൂക്ഷിച്ചു നോക്കും. കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരു പ്രിയപ്പെട്ട മോൻ പറഞ്ഞു, പാസ്റ്റർ എന്റെ തള്ളവരിൽ ചെറുതും എപ്പുറത്തുള്ള വലുതുമാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് അവർ പറഞ്ഞു എന്നെ ഭാര്യ ഭരിക്കും. ഞാൻ പറഞ്ഞു അതിനൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല, ആ വെള്ളം കുറിച്ച് കളഞ്ഞാൽ മതി. അരിഞ്ഞല്ലോ പിന്നെ മുഴുവൻ പറഞ്ഞില്ലായിരിക്കും. ദൈവം ഒരു കാര്യം ഉണ്ടാക്കി ക്രമീകരിച്ചപ്പോ ചിലത് നീളം കൂട്ടിയത് സ്വന്തം, ചിലത് ഗ്രിപ്പ് കിട്ടാൻ. നമുക്കറിയാമല്ലോ കൊരങ്ങിന്റെ വിരലുകൾക്ക് എന്തുണ്ട്? പത്തിയെക്കാട്ടിലും അതുപോലെ തന്നെ നീളമുണ്ട്. എന്തിനു വേണ്ടിയാണ്? മരത്തി കയറി സ്വന്തം അറിയാൻ പറ്റും. വരും കാലങ്ങളിൽ ഇവ മരത്തി വല്ല കയറി എന്ത് സ്ത്രീയെ നീ വേദനയോടെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും. അവൻ നിന്നെ ഭരിക്കും. ദൈവത്തിന്റെ ലോയനോടുള്ള മനുഷ്യനോട് പറഞ്ഞു ദൈവം വായിച്ചു. മനുഷ്യനോട് കൽപ്പിച്ചത് കേട്ടോ. ഇത് മുഴുവൻ പിന്നെ പക്ഷേ ഒറ്റ കാര്യം, നന്മതിനെ തിരിച്ചറിയുന്ന ഫലം പഴിക്കരുത്. അത് തിന്നരുത്, അത് തിന്നരുത്, അത് തിന്നരുത്. നോക്കുന്നതിന് കുഴപ്പമില്ല, പറിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്? നമ്മൾ ചില വിഷമുള്ള കായൊക്കെ പറിച്ചിട്ട് തിന്നാറില്ല, എടുത്ത് എറിഞ്ഞു കളിക്കാറുണ്ട്. പറിച്ചു പക്ഷെ തിന്നില്ല, തിന്നല. ഇവിടെ പറഞ്ഞൊറ്റ വ്യവസ്ഥ നീ തിന്നരുത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടു. ഇന്ന് എന്റെ സംരക്ഷകർക്ക് ദൈവത്തിനോട് ഒറ്റ വാക്കിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ പ്രമാണം വിട്ടോ, ദൈവത്തിന്റെ വചനം വിട്ടോ, ദൈവത്തിന്റെ ആരാധന വിട്ടോ, ദൈവഹിതമില്ലാതെ നിൽക്കുന്നവരുടെ വാക്ക് നീ കേൾക്കരുത്. പൗലോസ് പറയുന്നു, യാതൊരു പിന്മാറ്റക്കാരന്റെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ സഭയ്ക്കകത്ത് ഒരുവനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ചും ഭിന്നതയാണ്. കാരണം അവന്റെ അകത്ത് കുടിയേറി പാർക്കുന്നത് ഭിന്നിപ്പിന്റെ ആത്മാവാണ്. പിശാചുണ്ടോ ഇങ്ങനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയാമോ? നിങ്ങൾ തമ്മിൽ ഐക്യതയോട് പിന്നെ ഓർത്തോണം, അവിടെ ദൈവം. നിങ്ങളുടെ അടുത്തൊരാളെ കിട്ടിയാൽ നിങ്ങൾ ഭിന്നത വാക്ക പറഞ്ഞതിൽ ഓർത്തോണം, നീ പിശാചിന്റെ അമ്പ്ര കണ്ടുമില്ല. നിന്നെ ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? പറ. എന്റെ അടുത്ത് ഷിൻസുമോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഷിൻസുമോളോട് സ്തോത്രം വിളിച്ചല്ലോ. ഇവിടെ ആയിരിക്കുന്ന റിക്കുവിനെ കുറിച്ച് ഒറ്റ പറഞ്ഞ് റിക്കുവിൽ കൂടെ എന്റെ അടുത്ത് സ്വന്തം ജോസഫ് പാസ്റ്റർ അടുത്ത് വന്ന് ഞാൻ ഇങ്ങനെ പിന്നെ ഒരു വാക്ക് ഒരു പ്രയോജനം ഞാൻ കാണുന്നില്ല. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറയാം സ്തോത്രം. അപ്പോൾ ഓർത്തോണം, നിനക്ക് ഇച്ചിരിയെങ്കിലും ആത്മാവിടെ തിരിച്ചറിയാൻ പറയുക. ആ ആത്മാവ് എന്തോ ആത്മാവാണ്? ദുരാത്മാവാണ്. നമ്മുടെ ഇവിടെ ആരും പിന്മാറി അപ്പുറത്തോട്ട് പറഞ്ഞ് മാറിയാ പറയണം. എന്ത് പറയണമെന്ന് അറിയാമോ? നിനക്ക് ഇതുപോലൊരു സഭ, ഇതുപോലുള്ള ക്രമീകരണത്തുള്ള സഭ
കിട്ടത്തില്ല. ചിലരോട് വേദപുസ്തകത്തിലെ വചനം വെച്ച് പഠിപ്പിക്കാൻ പറയുമ്പോൾ നോ, അതൊന്നും കേൾക്കണ്ട, ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, നീ അതുപോലെ ഇരിക്കണം, പറ്റുമോ? വ്യവസ്ഥ വിട്ട് പോകണ്ട. പക്ഷെ വ്യവസ്ഥയ്ക്കകത്ത് ദൈവം പറഞ്ഞ ഏകീകൃതം നിന്നോ. വേദപുസ്തകത്തിൽ രണ്ട് ഭാഗം എപ്പോഴും ഉണ്ട്, രണ്ട് പൂർവ്വം എപ്പോഴും ഉണ്ട്. പിന്മാറ്റത്തിന്റെ പുറമല്ല, യാഥാർത്ഥ്യത്തിന് കൃപയുടെ പുറം. കൃപയുടെ പുറം പരിശോധിക്കാതെ പോകരുത്. നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് വേദനയിൽ നിന്നിരിക്കും. എന്താ സ്ത്രീക്ക് എപ്പോഴും വേദന? ഏതൊരു 99 സ്ത്രീകളെ വിളിച്ചോ, അവർക്ക് എപ്പോഴും എന്തോ ഉണ്ട് പറയാൻ. ഇത് പ്രസവത്തിന്റെ കാര്യം മാത്രമല്ല, വേദനയുടെ കാര്യമുണ്ട്. ഒത്തിരി വേദന, ഒത്തിരി ടെൻഷൻ, ഒത്തിരി പ്രശ്നങ്ങൾ. പിശാച് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തകർത്ത ഒരു വാക്കെന്തോ അറിയാമോ? മോഹം കൊടുത്തു. പെട്ടെന്ന് വാക്കുകളിൽ വശീകരിക്കാൻ പറ്റുന്ന ആരാ? പുരുഷനാണ്, സ്ത്രീയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞൊടുങ്ങി ഏറ്റക്കാൽ വരും, വശീകരിച്ചേക്കാം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. പഴയ നിയമത്തിന്റെ പ്രമാണത്തിലേക്ക് പോയാൽ ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം അവരെ ധീരതയോടെ നിർത്തിയിരിക്കും. ഒന്നുകൂടെ ധീരതയോടെ നിർത്തിയിരിക്കുമ്പോൾ തന്നെ പൗലോസ് പറയാൻ സൂക്ഷിക്കണം. പൗലോസ് പറയുന്നത് സൂക്ഷിക്കണം, നുഴഞ്ഞികേറ്റക്കാർ വീണേക്കാം. Praise the Lord. Hallelujah. 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 നീ ഭാര്യയുടെ വാക്ക് കേട്ടു, ആരുടെ വാക്ക് കേൾക്കേണ്ടവനാ? അപ്പനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരൻ, കൂടപ്പുറപ്പാകട്ടെ, അയൽവക്കമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, നിന്നോട് വിളിച്ചു ദൈവത്തിന് അകന്നു മാറി മറ്റൊരു കാര്യം ചെയ്യാൻ പറഞ്ഞ ചെയ്യരുത്. ദൈവത്തിന്റെ വാക്ക് കേൾക്ക. തോന്നലുകൾ ഒരിക്കലും ദൈവം പറയുന്നതല്ല. സ്വപ്നങ്ങളെല്ലാം